ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ടിക്ടോക്ക് ബാൻ ചെയ്തപ്പോൾ എല്ലാവരും വിചാരിച്ച് ഈ വിവരക്കേടുകൾക്കൊക്കെ ഒരു അന്ത്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇൻസ്റ്റാഗ്രാം വന്നതോടെ അതിനകത്തോട്ട് എല്ലാവരും ചാടിക്കാറാൻ തുടങ്ങി. ഇപ്പം ഇൻസ്റ്റാഗ്രാം അല്ല, റീൽസ് ഗ്രാം. അപ്പോൾ അതിൽ വിവരം കേട്ട കുറേ എണ്ണത്തിന് ആളൊന്ന് മുറിച്ച് നമുക്ക് റോസ്റ്റ് ചെയ്യാം. എല്ലാവരും ലൈക്ക് ചെയ്തേരെ, സബ്സ്ക്രൈബും ചെയ്തേരെ, ബെല്ലിലും ചെക്ക് ചെയ്തേരെ, മാക്സിമം വീഡിയോ ഒന്ന് ഷെയറും കൂടെ ചെയ്ത് കൊടുത്തേരെ. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. എന്താണ് ആദ്യത്തെ വിവരക്കേട്? ഓ ഓ കട്ടിലുകൊണ്ട് വാഹനം ഉണ്ടാക്കിയേ. വാ 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 വാടാ, നീയൊക്കെ കേരളത്തിൽ വാ. ഇവിടെ സഞ്ജുട്ടേക്ക് സ്വിമ്മിംഗ് പൂളും കൊണ്ട് കാറുണ്ടാക്കിയവനാ. അല്ലേ അവന്മാര് നമ്മളെ കേരളക്കാരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നു. ഇവിടെ സഞ്ജുട്ടേക്ക് സ്വിമ്മിംഗ് പൂളും കൊണ്ട് കാറുണ്ടാക്കിയവനാ. ആ ഒരു കാര്യത്തിലെങ്കിലും നമുക്ക് സഞ്ജുട്ടേക്കിൽ അഭിമാനിക്കാം. സഞ്ജുട്ടേക്ക് കാറിനകത്താ സ്വിമ്മിംഗ് പൂള് വെച്ചേ. ഇത് വണ്ടിയുടെ പുറത്താ കട്ടിൽ വെച്ചേക്കുന്നത്. അപ്പൊ അവിടെ എംപിടിക്കുന്നു, ഇതൊന്നും പ്രശ്നമല്ലയോ? അടുത്ത എന്തുവാ? എടേ പുതിയ കക്കൂസ് പോലും അല്ലത്. എങ്ങനെ പോയാലും അതൊരു 2-3 വർഷത്തെ പഴക്കമുണ്ട്. കാണുമ്പോ അറിയാം. എന്തുവത്? എടാ, നിന്റെ വായി എന്തോ കയറ്റി വെച്ചേക്കോ, പഴം കയറ്റി വെച്ചേക്കോ, ഒന്ന് പറഞ്ഞുകൂടെ അത് അതിനകത്ത് വീണയാന്ന്. അപ്പൊ ഈ ഒരു കാര്യത്തിൽ മാത്രം ബംഗാളും കേരളവും എന്നുള്ള വ്യത്യാസമില്ല. ഇവിടെ കുറെ അവന്മാരുണ്ട്, കൂട്ടുകാരന്മാരെന്നും പറഞ്ഞുകൊണ്ട് നടന്ന തറയിൽ വീഴുന്ന സാധനം എടുത്ത് തിന്നാൻ വേണ്ടി കൂട്ടുകാരനുണ്ട് കൊടുക്കുന്നവന്മാര്. എന്തായാലും ആ ഒരു കാര്യത്തിൽ മാത്രം ഒത്തൊരുമയുണ്ടെന്ന് പറഞ്ഞത് വളരെ സന്തോഷം. ഓക്കെ, എന്തായാലും അടുത്ത എല്ലാം ഓക്കെ, പൈസ ഓക്കെ, പാനിപൂരി ഓക്കെ, എല്ലാം ഓക്കെ. പക്ഷെ അപ്പുറത്തിരിക്കുന്ന സാധനത്തിന്റെ ഷേപ്പ് ഇച്ചിരി പരിചയത്തെ വല്യോ. ഇൻസ്റ്റാഗ്രാമിൽ റീച്ചിന് വേണ്ടി അവന്മാർ ഇതൊക്കെ തിന്നുവോ ബംഗാളികള്? സത്യം പറഞ്ഞാൽ എനിക്കൊന്നും ടിക്ടോക്ക് ഇത്രയൊന്നും ഇല്ലായിരുന്നു. അല്ല, രണ്ടും കണക്കാ. അല്ല അണ്ണ, പൈസ അത്രയും നേരത്തെ ഇട്ടേക്കുന്നതിന്റെ കാര്യം എന്തുവാ? റിച്ചാന്ന് കാണിക്കാനാന്നോ? എന്നിട്ട് തിന്നുന്നത് ഇതൊക്കെ. ഓ, അമ്മാവനോൺ പവർ പവർ. ഓ, കേരളത്തിലെ മിന്നൽ മുരളി. മിന്നൽ മുരളിക്ക് ടിവിയിൽ നിന്ന് കല്ലെറിഞ്ഞ് മാങ്ങ വീഴ്ത്താനല്ലാതെ ഇതേ വിട്ട് പറ്റി വെത്താണ് മാമ ചക്ക വീഴ്ത്തും കല്ലെറിഞ്ഞ്. എന്നിട്ട് മാമ ഒരു മാസ് ബീജമും കൂടെ എടുത്ത് വെച്ചങ്ങ് കാച്ചി. കൊള്ളാം കേട്ടോ. ഇങ്ങനെയുള്ള മാമന്മാരാണ് നമ്മുടെ കേരളത്തിന്റെ വില കാത്തു സൂക്ഷിക്കുന്നത്. ഇതൊക്കെയാണ് റീൽസ്. അല്ലാതെ കണ്ടവരെ എടുത്ത് പൊക്കുന്നതും മോന്തക്കകത്ത് പട്ടിക്കാട്ടന്മാര് തേച്ച് റീൽസ് ഇടുന്നതും ഇതൊന്നും അല്ല റീൽസ്. ഇതൊക്കെയാണ് റീൽസ്. ഇതിനൊക്കെയാണ് കഴിവെന്ന് പറയുന്നത്. ഓക്കെ, ഇതേ സന്തോഷത്തോടെ നമുക്ക് അടുത്ത റീൽസ് പ്ലേ ചെയ്യാം. പൈസ ഇല്ലയാ കത്തിക്കുന്നേ. ഇവിടെ ലക്ഷം കണക്കിന് യൂട്യൂബേഴ്സ് ഇച്ചിരി കാശ് കിട്ടാൻ വേണ്ടി ഇവിടെ കിടന്ന് കഷ്ടപ്പെടുക. ഇവിടെ ഒരുത്തിന് പൈസ അധികമായിട്ട് എടുത്തിട്ട് കത്തിക്കുക. നിന്നോടൊക്കെ ദൈവം ചോദിക്കൂടാ, ദൈവം ചോദിക്കും. എന്നാലും പൈസ അവൻ്റെ അടുത്ത് എന്തോ ദ്രോഹം ചെയ്ത്. നിനക്ക് വേണ്ടെങ്കിൽ നീ പാവപ്പെട്ടവർക്ക് കൊടുക്ക്. എന്തിനായി കത്തിക്കുന്നേ? ഈ കുറച്ച് കാശ് രേണുസുതിക്ക് കൊടുക്ക്. അവരെങ്കിലും ഫോൺ മേടിച്ച് 4 റീൽസും കൂടെ ക്രിയേറ്റ് ചെയ്തിടട്ടെ. ഈ റീൽസ് ഒക്കെ കണ്ടിട്ട് നിങ്ങളുടെ കണ്ണ് തള്ളിയിരിക്കുമെങ്കിൽ ഇനി വരാൻ പോകുന്ന കണ്ടിട്ട് നിങ്ങൾ എന്തുമായിരിക്കും പറയാൻ പോകുന്നത്? അടുത്ത റീല് നോക്കാം. ആൾക്കാരാന്ന് എന്തോ ചെയ്യത്. ഇതിനൊക്കെ ഞാൻ എന്തോ പണയാനാ. അടുത്ത റീല് പോട്ടെ. കഴിവുള്ളവർക്കുള്ളതാണ് റീൽസ്, അല്ലാതെ ഇവന്റെ ഒക്കെ കൂട്ടുള്ളവന്മാർക്കുള്ളതല്ല. ലിപ്സ്റ്റിക്ക് ഇടാത്ത, കൺമഷി എഴുതാത്ത, തട്ടം ചുറ്റി കുത്തിയ ഒരു സുന്ദരി കുട്ടിയെ ഞാൻ നോക്കുന്നുണ്ട്. പറ്റുന്ന ആളുണ്ടെങ്കിൽ കമന്റ് ആക്കിട്ടാ. ആസിം ജാഫറിന് ഈ റീലൊന്ന് സെൻഡ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. നമുക്ക് അടുത്ത നോക്കാം. കമ്പി വായി വെച്ച് വളയ്ക്കുന്നു.
അടുത്ത ആള് വരുന്നു. ഇവിടെ ബീഫൊക്കെ തിന്നുമ്പോ ആ എല്ലിന് കുറച്ച് കട്ടി കൂടിപ്പോയ ഇവിടെ കിടന്ന് കാണിക്കുന്ന അതൊക്കെ എന്തുവാ ഇത്? 5 or 6 കമ്പി എടുത്ത് വെച്ചാണ് അണ്ണൻ വളയ്ക്കുന്നത്. ഇവരുടെ പല്ല് എന്തോ കൊണ്ട് ഉണ്ടാക്കിയേക്കുന്നേ. എനിക്ക് അവരുടെ തന്നെ ഒരു റീലും കൂടെ കാണണം. ഇവിടെ എന്തുകൂടെ ഇതൊന്നും മനുഷ്യന്മാരില്ലയോ? ആ കമ്പി അത്രയും വളച്ചിട്ടും എന്തൊക്കെ വേദന സഹിച്ചിട്ടാണെങ്കിലും ഒരു ഫോളോവേഴ്സിനെ കൂട്ടാൻ കൈകൂപ്പി പറയുന്നുണ്ട്. 1 million+ ഫോളോവേഴ്സും ഉണ്ട്. എന്നാലും ഇവർ ഇതൊക്കെ കുറച്ച് ഓവർ അല്ലയോ? എന്തായാലും കൊള്ളാം കേട്ടോ, അവർക്ക് കഴിവുണ്ട്. പക്ഷെ ഇതൊക്കെ കുറച്ച് ഓവറാ. എന്തായാലും അടുത്താണ്. ആ ഇവിടുത്തെ മാമാര് വെള്ളം അടിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ അപ്പുറത്ത് കാണിക്കും. പിന്നെ അവന്മാര് കേരളക്കാരെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യാൻ വന്നേക്കുന്നത്. അടുത്ത ആരാ? ഓ താരാ ഇത്? ഇൻസ്റ്റഗ്രാമിലെ ക്യൂലല്ലേ ഇത്? Saya wal sa tos speaker po like di. ഓ ഇവരൊന്നും ഇതിൽ പെടുന്നതല്ലേ. ഇവരൊക്കെ എല്ലാ റീലിലും ഒരേ സ്റ്റെപ്പ് ഇട്ടിട്ട് പല ഡ്രസ്സുകൾ അങ്ങ് മാറ്റി. അപ്പോഴത്തേന് റീൽസ് ആയില്ലേ, ഓരോ റീൽസ് അങ്ങ് അപ്ലോഡ് ചെയ്യില്ലേ. അതിനൊക്കെ millions of views പോവാ. നിങ്ങൾ എന്തോ നോക്കിയിരിക്കോ? നിങ്ങൾക്ക് വൈറലാവണോ? ഇതോട്ട് 100 പോസ്റ്റ് ചെയ്യുമ്പോൾ മാറിയിട്ട് ഒരേ സ്റ്റെപ്പ് തന്നെ ഇട്ട് അങ്ങ് വീഡിയോ ഇട്ടോ, നിങ്ങളും വൈറലായി. ഇൻസ്റ്റാഗ്രാമിലെ റീൽസ് 3 സ്ക്രോൾ ചെയ്യുമ്പോൾ അതിന് 1 ഇവരുടെ തന്നെ ആയിരിക്കും ഈ പുള്ളിക്കാരന്റെ. ക്യൂട്ട്നെസ് കണ്ടങ്ങ് വയറിറങ്ങി. ഇനി ക്യൂട്ട്നെസ് നല്ല പറയുന്നത് അങ്ങ് ഒലിച്ച് വീഴുവാന്നാ പറയണ്ടേ. മേക്കപ്പ് ഇട്ടാൽ നിങ്ങൾ തന്നെ അല്ലാതെ വന്ന് കാണണോ? എങ്കിലെങ്കിൽ പൊക്കോ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. അപ്പോൾ വീഡിയോക്ക് എന്തെങ്കിലുമൊക്കെ കുറ്റവും കുറവും കാണും, ക്ഷമിച്ചേക്ക്. അടുത്ത വീഡിയോ സെറ്റ് ആക്കാം. പിന്നെ പറഞ്ഞു മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്തേരെ. 2K സബ്സ്ക്രൈബേഴ്സ് ആണ് ചാർജ്. അടുത്ത വീഡിയോ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.